കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, സൂം ആപ്പിലൂടെയും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർക്കും ഒരിക്കൽ കൂടെ വീണ്ടും വരുന്നവനായ യേശു കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് കൊറിന്തിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള 2 വചനങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നുള്ളത് ഒരു താക്കീതാണ്, ഒരു മുന്നറിയിപ്പാണ്. രണ്ടാമത്തേതാണെങ്കിൽ ഒരു ആശ്വാസവചനം. നമുക്ക് ഈ 2 വചനങ്ങളും ഏത് പശ്ചാത്തലത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതി എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഈ പറയുന്ന വാചകങ്ങൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകലർക്കും ഒരുപോലെ ബാധകമാണ്. ഇനി ജനിക്കാനിരിക്കുന്നവർക്കും ഇത് ബാധക. പക്ഷെ ഇത് ഏറ്റവും പ്രസക്തമായി ഇത് ചിന്തിക്കേണ്ടത് കൊറിന്തിലെ സഭയോടുള്ള ബന്ധത്തിൽ തന്നെയാണ്. കാരണം അവർക്കാണല്ലോ പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതിയത്. അപ്പോൾ ഈ ലേഖനം പൗലോസ് അപ്പോസ്തലൻ അവർക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് തക്ക കാരണവും ഉണ്ടാകും. ദൈവം വളരെയധികം അനുഗ്രഹം ചൊരിഞ്ഞ ഒരു സഭയായിരുന്നു കൊറിന്തിലെ സഭ. അതിൻ്റെ തെളിവ് ആ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ കിടപ്പുണ്ട്. 1-ാമത്തെ കൊറിന്ത്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 6 തൊട്ട് വായിച്ചാൽ ദൈവം ആ സഭയോട് എത്രമാത്രം സ്നേഹവും മനസ്സലിവും കാണിച്ചിട്ടുണ്ട് എന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാം. ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിന്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയ ദാനത്തിന്റെയും കുറവില്ല. യാതൊരു ആത്മീയ വരങ്ങളുടെയും കുറവില്ല. അതിനർത്ഥം എല്ലാവിധ കൃപാവരങ്ങളും ധാരാളമായിട്ട് ആ സഭയ്ക്ക് കൊടുത്തിരുന്നു എന്നത് വ്യക്തം. താഴോട്ട് വായിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. കർത്താവ് നമ്മെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ലല്ലോ. ഇനി നമുക്ക് പൗലോസ് അപ്പോസ്തലൻ ആ സഭയോട് പറയുന്ന മറ്റ് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മളൊരൽപ്പം നാടകീയമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചേ പറ്റൂ. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കുകയാണ്. ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിന്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് മതി. അപ്പൊ കൊറിന്തിലെ സഭ ഒരു കാര്യത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താണ്? അവർ യേശുവിൽ വിശ്വസിച്ചു, യേശുവിനോട് ചേരാൻ സ്നാനമേറ്റു, അവർ കൃപാവരങ്ങൾ പ്രാപിച്ചു. ഇനി അവർ ഒരു കാര്യത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താണത്? കർത്താവ് വരണം, കർത്താവിൻ്റെ ഒപ്പം പോകണം. ഇതാണ് അവർ ആയിരിക്കുന്ന അവസ്ഥ. നിങ്ങളിതിനെ ഈ ലോകത്തിൽ നടപ്പുള്ള ഒരു കാര്യവുമായിട്ടൊന്ന് തുലനം ചെയ്ത് കാണാനാണ് എനിക്കിഷ്ടം. ഇപ്പോൾ വിദേശത്തേക്കൊക്കെ യാത്ര പോകുന്ന ആളുകൾ പാസ്പോർട്ട് എടുക്കും, ഏത് രാജ്യത്തേക്ക് പോകണമോ അവിടുത്തെ വിസ എടുക്കും.
ഇന്ത്യയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഇമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം നേരത്തെ ഒരുക്കി വയ്ക്കും. പ്ലെയിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യും, കൺഫേം ആക്കും. അതിനുശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് പെട്ടിയും സാധനങ്ങളുമായി എയർപോർട്ടിൽ ചെല്ലും. എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാവുന്ന അളവിലുള്ള ഭാരങ്ങൾ അവിടെ തൂക്കം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബോർഡിംഗ് പാസ് കിട്ടും. ഈ ബോർഡിംഗ് പാസും കൊണ്ട് നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് പോകും. നമ്മൾ പാടില്ലാത്ത എന്തെങ്കിലും ശരീരത്തിൽ കൈവശം വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അതിനുശേഷം സെക്യൂരിറ്റി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് വിശാലമായ ഒരു ഹാളിലേക്കാണ്. അവിടെ നല്ല ഇരിപ്പിടങ്ങളുണ്ട്, എയർ കണ്ടീഷൻ മുറിയാണ്. അവിടെ ആവശ്യത്തിന് തിന്നാനും കുടിക്കാനും സാധനങ്ങളൊക്കെ കിട്ടും. പ്ലെയിൻ വന്ന് നമ്മെ അതിലേക്ക് കയറ്റുന്നതിന് മുമ്പ് നമ്മൾ അവിടെയാണ് വിശ്രമിക്കുക. ഇപ്പോൾ കൊറിന്തിലെ സഭയുടെ അവസ്ഥ ഏറെക്കുറെ അങ്ങനെയാണ്. കാരണം അവർ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്, വിസ എടുത്തിട്ടുണ്ട്, ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അവരുടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഇനി അവർക്ക് എന്താണ് വേണ്ടത്? പ്ലെയിൻ വരണം, പോണം, കർത്താവ് വരണം, പോണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പൗലോസ് അവരോട് ചെന്നിട്ട് പറഞ്ഞു, പ്ലെയിൻ വരാൻ ഏതായാലും കുറച്ച് നേരം ഉണ്ടല്ലോ, അപ്പം നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരുന്നാലോ? അപ്പോൾ അവർ പറഞ്ഞു, അതിനെന്താ വിരോധം, നമുക്ക് സംസാരിക്കാമല്ലോ. അങ്ങനെ പൗലോസ് അവരോട് സംസാരിക്കാൻ തുടങ്ങി. 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിക്കാം. എന്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടെന്ന് ക്ലെയോയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു. ഞാൻ പൗലോസിൻ്റെതാണ്, ഞാൻ അപ്പോളോസിൻ്റെതാണ്, ഞാൻ കേപ്പായുടേതാണ്, ഞാൻ ക്രിസ്തുവിൻ്റെതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവരെന്തിനു വേണ്ടി ഇരിക്കുന്നവരാണ്? കർത്താവ് വരും, കൂടെ പോണം. പക്ഷെ പൗലോസ് അവരോട് പറയണ, ഞാൻ നിങ്ങളെക്കുറിച്ച് അശുഭകരമായ ചില വർത്തമാനം കേട്ടു. അതിങ്ങനെയാണ്, നിങ്ങളിൽ ചിലർ പൗലോസിൻ്റെതാണ്, ചിലർ കേപ്പായുടേതാണ്, ചിലർ അപ്പൊല്ലോസിൻ്റെയാണ്, ചിലർ ക്രിസ്തുവിൻ്റെതാണ്. ഇപ്പോൾ പ്ലെയിൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ എത്ര ആൾ പോവാണ്ടാവും? പൗലോസിൻ്റെ ആളുകൾ എന്തായാലും പോവില്ല, അപ്പൊല്ലോസിൻ്റെ ആളുകൾ എന്തായാലും പോവില്ല, കേപ്പായുടെ ആളുകളും പോവില്ല. ആർക്കുള്ളത് മാത്രമേ പോവുള്ളൂ? ക്രിസ്തുവിനുള്ളവർ മാത്രമേ പോവുള്ളൂ. അപ്പം ഇവരുടെ ശങ്കിനൊരു കുത്തേറ്റ പോലെ അവർക്ക്. എന്തൊരു കഷ്ടം അത്! കർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഈ അസുഖകരമായ കാര്യം പൗലോസ് വന്നവരോട് പറഞ്ഞത്. വലിയ ചിന്താക്കുഴപ്പം അവർക്കുണ്ടായി. പക്ഷേ പൗലോസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ രക്ഷ കിട്ടി എന്നുള്ളത് ദൈവത്തിൻ്റെ ദാനമായിട്ട് കിട്ടിയതാണ്. അതിന് യാതൊരു യോഗ്യതയും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പൗലോസ് അവരോട് പറഞ്ഞു, 1-ാമത്തെ അധ്യായം തന്നെ അതിൻ്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെ പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. ഇല്ല, മതി. അപ്പൊ അവരോട് പൗലോസ് പറയണ, നിങ്ങൾക്ക് ദൈവം ക്രിസ്തു ആരാണെന്ന് മനസ്സിലാകാൻ അവസരം കിട്ടി. ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചു. ദൈവം നിങ്ങൾക്ക് പാപമോചനം തന്നു. ദൈവം നിങ്ങൾക്ക് തന്ന കൃപാവരം നിമിത്തം ഇതര സഭകളെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിൽ ആത്മീകരായി തീരാനുള്ള വഴികൾ നിങ്ങൾക്ക് ദൈവം തുറന്നു തന്നു. എന്താണ് ഈ കൃപാവരങ്ങൾ? കൃപാവരങ്ങൾ എന്ന് പറയുന്നത് നിത്യജീവൻ കിട്ടും എന്നതിൻ്റെ ഉറപ്പല്ല. കൃപാവരങ്ങൾ വെറും പണിയായുധങ്ങളാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു സാധനം റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു വരുത്തി.
ഈ ഇലക്ട്രീഷ്യൻ ചില ടൂൾസ് ഉപയോഗിക്കും. കറണ്ട് ഉണ്ടോ എന്ന് നോക്കാൻ ഒരു ടെസ്റ്റർ ഉപയോഗിക്കും. ചില സ്ക്രൂസ് അഴിച്ചെടുക്കാൻ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കും. പിന്നെ ചിലപ്പോൾ ഒരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിക്കും. ഇങ്ങനെ തനിക്ക് ചെയ്യേണ്ടുന്ന ആത്മീക ശുശ്രൂഷകൾ ചെയ്യുന്നതിനുള്ള ടൂൾസ് മാത്രമാണ് കൃപാവരങ്ങൾ. അല്ലാതെ കൃപാവരങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് അത് നിത്യജീവൻ ആർക്കും ഗ്യാരണ്ടി നൽകുന്നില്ല. ഈ കാലത്തെ സഭകൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭകൾ, ഒരു മൂഢവിശ്വാസത്തിലിരിക്കുക. കാരണം ആ സഭ പണിത ആളുകൾ ഹിമാലയൻ മണ്ടത്തരങ്ങൾ തങ്ങളുടെ വിശ്വാസികളെ പഠിപ്പിച്ചു. ഒരെണ്ണം ഇതാണ്: അന്യഭാഷയാണ് പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം. എന്ന് വെച്ചാൽ അന്യഭാഷയില്ലാത്തവൻ അഭിഷേകമുള്ളവനല്ല, അന്യഭാഷ ഇല്ലാത്തവൻ പരിശുദ്ധാത്മാവുള്ളവനല്ല, അന്യഭാഷയില്ലാത്തവൻ നിത്യജീവനിൽ കടക്കുകയില്ല. ഇത് പഠിപ്പിച്ചത് കൊണ്ട് ഇപ്പം ആ കൂട്ടായ്മയെ നിങ്ങൾ ചെന്ന് നോക്കിയ സകലർക്ക് അന്യഭാഷയുണ്ട്. എന്നാൽ ഈ അന്യഭാഷ ദൈവർക്ക് കൊടുത്തതാണോ? 95% ആളുകൾക്കും അത് ദൈവം കൊടുത്തതല്ല, അവർ ഉണ്ടാക്കി പറയുന്നതാ. കാരണം അതില്ലെങ്കിൽ മറ്റുള്ള വിശ്വാസികളേക്കാൾ അവർ കുറഞ്ഞവരാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് അവർ ഉണ്ടാക്കി പറയുന്നതാ. അത് കാപട്യല്ലേ, വ്യാജഭാവല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു കുട്ടി ഇന്ന് വായിച്ചു, നാം മായമില്ലാത്ത പാലാകുന്ന ദൈവവചനം കുടിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു പണിയുണ്ട്. എന്താണത്? അതാണ് 1 പത്രോസ് 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കണം. എന്നിട്ട് വേണം ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ മായമില്ലാത്ത പാലാകുന്ന ദൈവവചനം ഭക്ഷിച്ച് നിത്യജീവനിലേക്ക് വളരാൻ. അപ്പം ഇതിൽ 3-ാമത് പറഞ്ഞ സാധനമാണ് കാപട്യം അഥവാ വ്യാജഭാവം. അപ്പം ഈ ആളുകൾ ഈ വ്യാജഭാവം ഉള്ളവരായി തീരാനുള്ള കാരണം എന്താണ്? അവരുടെ സഭയുടെ നേതൃത്വം അവരെ പഠിപ്പിച്ചു, അന്യഭാഷയില്ലാത്തവൻ അഭിഷേകമില്ലാത്തവനാണ്. വാസ്തവത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും കിട്ടുന്ന ഒന്നാണ് അഭിഷേകം. അത് നാം പ്രാപിക്കേണ്ട ഒന്നല്ല, അത് ദൈവം സൗജന്യമായി തരുന്ന ഒന്നാണ്. സംശയമുള്ളവർ 2-ാമത്തെ കൊറിന്ത്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം വായിച്ചോ. അവിടുന്ന് നമ്മിൽ തന്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ ഒരു വാക്യം കേറി വായിച്ചോ, 21 തൊട്ട് വായിച്ചോ. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. അത് മുക്കാതെയും മൂളാതെയും തപ്പാതെയും ഒന്നും കൂടെ വായിക്കുക. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. അവിടുന്ന് നമ്മിൽ തന്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവസഭയിൽ അംഗങ്ങളാകുന്ന എല്ലാവർക്കും, ഫോർ എവരി ടോം, ഡിക്ക് ആൻഡ് ഹാരി, ഒരു യോഗ്യതയും നോക്കാതെ ദൈവം നൽകുന്ന സൗജന്യ സമ്മാനമാണ് അഭിഷേകം. അതിന് അന്യഭാഷയുമായി ഒരു ബന്ധവുമില്ല. അന്യഭാഷ ഒരുത്തിനും ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യും. അതൊരു കൃപാവരമാണ്. ഇപ്പോൾ ഒരു ഡോക്ടർക്ക് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കാൻ ഒരു ടെസ്റ്ററിൻ്റെയോ സ്ക്രൂ ഡ്രൈവറിൻ്റെയോ ആവശ്യം ഉണ്ടാവുമോ?
ഉണ്ടാകുമോ? ഇല്ല. ഒരു ഇലക്ട്രീഷ്യന് സ്റ്റെത്തസ്കോപ്പ് കിട്ടിയിട്ട് വല്ല ഗുണമുണ്ടോ? അപ്പോൾ ഓരോരുത്തരെയും ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാൻ ദൈവം കൊടുക്കുന്ന ടൂൾസാണ് കൃപാവരങ്ങൾ. അപ്പം ഈ സഭ, കൊറിന്തിലെ സഭ, അവർക്ക് ലഭിച്ച കൃപാവരങ്ങളുടെ പേരിൽ അവർ ഒത്തിരി അഹങ്കരിച്ചു. അവർ കരുതുന്നത് തങ്ങൾ എന്തൊക്കെയോ സംഭവമാണ്, അതുകൊണ്ടാണ് ദൈവം ഇത്രയും കൃപാവരങ്ങളാൽ ഞങ്ങളെ നിറച്ചിരിക്കുന്നത് എന്ന്. അവരുടെ അഹങ്കാരത്തിന്മേൽ കൂടം കൊണ്ടടിച്ചിട്ട് പൗലോസ് പറയാണ്, നിങ്ങളിൽ ശക്തന്മാരോ കുലീനന്മാരോ ബുദ്ധിമാന്മാരോ ഇല്ല, പക്ഷെ നിങ്ങളെ ദൈവം തൻ്റെ ദയയ്ക്കൊത്തവണ്ണം വിളിച്ചും തിരഞ്ഞെടുത്തും ഇരിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ 3-ാമത്തെ അധ്യായം, 1 കൊറിന്ത്യർ 3-ാമത്തെ അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ച്. സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാതിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു. ഇപ്പോൾ നിങ്ങൾ ആ അവസ്ഥയിലാണ്. പൗലോസ് അപ്പോസ്തലൻ പറയണം. പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിൻ്റെ 2ഉം 3ഉം അധ്യായങ്ങളിലായി 3 തരം മനുഷ്യന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിലേറ്റവും ഉന്നതമായ മനുഷ്യൻ എന്ന് പറയുന്ന ആത്മീയ മനുഷ്യനാണ്. അതിൻ്റെ താഴെ ലോക മനുഷ്യൻ, അതിൻ്റെയും താഴെയാണ് ജഡമനുഷ്യൻ. അപ്പം കൊറിന്തിലുള്ള ആളുകൾ ആത്മീയരല്ല, കൊറിന്തിലുള്ള ആളുകൾ ലോകമനുഷ്യരുമല്ല. കൊറിന്തിലുള്ളവരാരാണ്? ജഡികന്മാർ. എന്ന് വെച്ചാൽ ഈ 3 എണ്ണത്തിലും ഏറ്റവും അധമന്മാരാണ് കൊറിന്തിലെ സഭ. എന്നിട്ടും അവരുടെ ആഗ്രഹം കർത്താവ് പോരും, അങ്ങോട്ട് പോവാന്ന് വെച്ചിരിക്കുക. എന്തൊരു മടയത്തരാന്ന് ഓർക്കണ്ടേ? പൗലോസ് അപ്പോസ്തലനോട് പറയണ, ആത്മീക മനുഷ്യർക്ക് കൊടുക്കേണ്ടുന്ന വചനം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടേ ഇല്ല. കാരണം അത് കേൾക്കാനോ ഗ്രഹിക്കാനോ ഉള്ള പക്വത നിങ്ങൾക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? പാല്. ഈ പാല് മാത്രം കുടിക്കുന്ന ആളുകൾക്ക് നീതിയുടെ വചനം വിവേചിക്കാൻ കഴിയില്ല. അത് എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചിട്ടുണ്ട്. പാല് കുടിച്ച് ജീവിക്കുന്നവൻ നീതിയുടെ വചനം വിവേചിക്കാൻ വൈദഗ്ധ്യമില്ലാത്തവനാണ്. എന്തെന്നാൽ അവൻ ശിശുവാണ്. കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ്. അവർ തങ്ങളുടെ ശക്തി വിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ്. നന്മ തിന്മകളെ വിവേചിച്ചറിയണം. പൗലോസിന്റെ ഭാഷയിൽ ഭേദാഭേദങ്ങൾ തിരിച്ചറിയാൻ പ്രാപ്തിയുള്ളവരാകണം. ഫിലിപ്പിയിലെ സഭ അതിനുള്ള കഴിവുള്ളവരായിരുന്നു. അതുകൊണ്ട് ഫിലിപ്പിയരോട് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി നാൾതോറും പരിശോധിക്കണം. സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭേദാഭേദങ്ങൾ എന്നാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്താണ് ആ വാക്യം. ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം, അതിൻ്റെ ഗ്ലോറി ജീസസ് 9-ാമത്തെ വാക്യം. നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും, അതല്ല, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭേദാഭേദം തിരിച്ചറിയാൻ ഒരു ജഡ മനുഷ്യന് സാധ്യമല്ല, ഒരു ലോക മനുഷ്യനും സാധിക്കില്ല.
അത് സാധിക്കുന്ന ആർക്കണമെന്നറിയാമോ? ഒരു ആത്മീക മനുഷ്യർ മാത്രമേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുള്ളൂ. അത് 1 കൊറിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് അവരെ പഠിപ്പിക്കുന്നുണ്ട്. 14-ാമത്തെ വാക്യം, 2:14. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിപ്പാൻ ആർക്കും സാധിക്കുകയുമില്ല. അപ്പൊ ഇവിടെ പൗലോസ് ലോക മനുഷ്യന് പോലും വിവേചന ശക്തി ഇല്ല എന്നാ പറയുന്നത്. അപ്പൊ ജഡ മനുഷ്യന്റെ സ്ഥിതി എന്താ? അവന്റെ കാര്യം പോക്ക. അവൻ എവിടേക്ക് വളരണം? ജഡ മനുഷ്യനിൽ നിന്ന് അവൻ ലോക മനുഷ്യനിലേക്കും, ലോക മനുഷ്യനിൽ നിന്ന് അവൻ ആത്മീയ മനുഷ്യനിലേക്കും വളർന്നു വരണം. ആ വളർച്ച പ്രാപിക്കാതെ കിടന്നാൽ നരിയാണിയോളം വെള്ളത്തിൽ കളിക്കുന്ന കുട്ടികളുടേതിന് സമമായ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവ് വരികയും ചെയ്യും, കർത്താവ് പോവുകയും ചെയ്യും. ഈ പറഞ്ഞ കൂട്ടരൊന്നും കർത്താവിനോട് കൂടെ കാണില്ല. അവരൊക്കെ ഈ ഭൂമിയിൽ കിടന്ന് നശിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് അവരെ തെര്യപ്പെടുത്തുന്നത്. കാരണം കൊറിന്തോസുകാരുടെ ധാരണയിൽ കർത്താവ് ഇങ്ങോട്ട് വരിക, ഞങ്ങളങ്ങോട്ട് പോവുക. പോവില്ല. വളരെ കഠിനമായ വാക്കുകളാണ് പൗലോസ് അവരോട് ഉപയോഗിക്കുന്നത്. ഇനി ഇതേ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിലേക്കൊന്ന് വരാം. അപ്പോൾ അവരുടെ കുറച്ചും കൂടിയും പൊള്ളത്തരങ്ങൾ നമുക്ക് കാണാം. 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? ഇപ്പോൾ നിങ്ങൾ എല്ലാം തികഞ്ഞവരായെന്നോ? നിങ്ങൾ സമ്പന്നരായെന്നോ? ഞങ്ങളെ കൂടാതെ നിങ്ങൾ ഭരണം നടത്തി വരുന്നെന്നോ? ഞങ്ങളും പങ്കാളികളാകത്തക്ക വിധം നിങ്ങൾ ഭരിച്ചിരുന്നുവെങ്കിൽ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ. വേണ്ട. അതിൻ്റെ അവസാനത്തെ വാക്യം, 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഇപ്പോൾ നിങ്ങളെല്ലാം തികഞ്ഞവരായെന്നോ? നിങ്ങൾ സമ്പന്നരായെന്നോ? ഞങ്ങളെ കൂടാതെ നിങ്ങൾ ഭരണം നടത്തി വരുന്നെന്നോ? ഞങ്ങളും പങ്കാളികളാകത്തക്ക വിധം നിങ്ങൾ ഭരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു വാക്ക് ഞാൻ ചേർക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ സഭയുടെ ഇപ്പോഴത്തെ നിലപാടെന്താ? ഇവർക്ക് ദാനമായി ലഭിച്ചതിനെ കുറിച്ച് അവർ അഹങ്കരിക്കുന്നു. അവർക്കും ഇത് ദൈവം സ്ഥാപിച്ചു വച്ചിരിക്കുന്ന അപ്പസ്തോലന്മാരെ അവർ മാനിക്കുന്നു പോലുമില്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ പൗലോസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇനി ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഞങ്ങൾ തന്നെ അങ്ങ് നേരെയാക്കിക്കോളാം. നടക്കുവോ? ഇല്ല. കാരണം ദൈവം പൊട്ടനല്ലല്ലോ. ദൈവം എന്തിനാണ് സഭയിൽ ഒരു അധികാരത്തിൻ്റെ ഒരു ശ്രേണി സ്ഥാപിച്ചു വയ്ക്കുന്നത്? അധികാരത്തിൻ്റെ ഒരു കോവണിപ്പടിയുണ്ട്. എല്ലാവരും ഒരു സ്റ്റെപ്പിലല്ല നിൽക്കുന്നത്, പലർക്കും പല സ്റ്റെപ്പാ. അത് മനസ്സിലാക്കിയല്ലേ പറ്റൂ. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി പോകുന്നതിന് മുമ്പ് സഭയിൽ 5 വിധ ഓഫീസുകൾ സ്ഥാപിച്ചു വെച്ചു. 5 വിധ ശുശ്രൂഷകൾ അല്ലെങ്കിൽ 5 വിധ ദാനങ്ങൾ ദൈവം സഭയ്ക്ക് നൽകി. അതെന്താണ്? അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരും, പ്രവാചകന്മാരും, സുവിശേഷ പ്രഘോഷകന്മാരും, ഇടയന്മാരും, പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി. വരാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇത് 5 ശുശ്രൂഷകളാണ്: അപ്പസ്തോലിക ശുശ്രൂഷ, പ്രവാചക ശുശ്രൂഷ,
സുവിശേഷക ശുശ്രൂഷ, ഇടയ ശുശ്രൂഷ, പ്രബോധക ശുശ്രൂഷ. ഇത് 4 പേരാലാണിത് നടത്തപ്പെടുക. കാരണം എല്ലാ ഇടയന്മാരും നല്ല പ്രബോധകരായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട്. അപ്പം ഞാൻ ഈ സഭയുടെ മൂപ്പനാണ്. അപ്പം ഞാൻ എന്തും കൂടെ ആയിരിക്കണം, ഒരു പ്രബോധകൻ ആയിരിക്കണം. എ ടീച്ചർ, ഉപദേശിയല്ല, ടീച്ചർ, പഠിപ്പിക്കുക. അപ്പോൾ ദൈവസഭയ്ക്ക് 4 ശുശ്രൂഷക്കാരുണ്ട്. 1 അപ്പസ്തോലൻ, 2 പ്രവാചകൻ, 3 സുവിശേഷകൻ, 4 ഇടയൻ. ഈ 4 ശുശ്രൂഷകളിൽ ഏറ്റവും താഴ്ന്ന പടിയിൽ നിൽക്കുന്നത് ആരാ? ഇടയൻ. ഇടയനെ ദൈവം നിർത്തിയിരിക്കുന്ന ഏറ്റവും താഴെയുള്ള പടിയിലാണ്. അവനേക്കാൾ മികച്ച സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? സുവിശേഷകൻ നിൽക്കുന്നത്. സുവിശേഷകൻ്റെ പണി ഇത്രയേ ഉള്ളൂ. അവൻ പുറത്തു പോയി ജനത്തോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയിക്കണം. താരതമ്യേന എളുപ്പമുള്ള പണി അതാ. കാരണം ആ ശുശ്രൂഷ വഴിയാണ് ദൈവസഭയ്ക്ക് അകത്തേക്ക് ആള് വരുന്നത്. ഈ വന്ന ആളുകൾ ക്രിസ്തു എന്ന തലയോളം വളർത്തുക എന്ന പണിയാണ് സഭാമൂപ്പൻ്റേത്. സഭാമൂപ്പൻ വേറെയും ചില ഗുണങ്ങളുള്ള ഒരാളാകണം. അത് ഇതേ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ കാണിച്ചിട്ടുണ്ട്. 1 കൊറിന്ത്യർ 4:15. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറയണ, നിങ്ങളെ പഠിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടായിന്ന് വരും, പക്ഷെ നിങ്ങൾക്ക് അപ്പന്മാർ അധികമല്ല. വാസ്തവത്തിൽ നമുക്കൊക്കെ എത്ര അപ്പന്മാരുണ്ടാവും? ഒരാൾ. 4-5 അപ്പന്മാരുണ്ടായെന്ന് പറഞ്ഞ അമ്മയ്ക്ക് ചീത്ത പേരാ. ഒരപ്പനേ ഉള്ളൂ. ആ അപ്പൻ ആരാണെന്നാ പറഞ്ഞ്? നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞു തന്ന് നിങ്ങളെ ക്രിസ്തുവിൽ ജനിപ്പിച്ചവനാണ് നിങ്ങളുടെ അപ്പൻ. ആ അപ്പന് കൊടുക്കേണ്ട മാനം കൊടുക്കാതെ അയൽവക്കത്തെ വീട്ടിലെ വേലായുധേട്ടനെ നോക്കിയിട്ട് അപ്പൻ എന്തോന്ന് അപ്പനാ വേലായുധേട്ടനെ ഒന്ന് നോക്കി പഠിച്ചേ എന്ന് പറയുന്ന മക്കള് ആ നാടിന് പോലെ അപമാന. ആണോ അല്ലയോ? ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവസഭയ്ക്ക് ദൈവം വെച്ച ചില ചട്ടങ്ങളുണ്ട്. മാനിക്കേണ്ടവരെ മാനിച്ചേ പറ്റൂ. അത് റോമാലേഖനം 13-ാം അധ്യായത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ കൊറിന്ത്യ ലേഖനത്തിലേക്ക് വന്നത്. റോമാലേഖനം 13-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചു. 13-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. ഇതൊക്കെ നൽകുമ്പോഴാണ് ഒരു മനുഷ്യൻ ആത്മീയമായി വളരുക. അല്ലെങ്കിൽ അവനെന്ത് ചെയ്യും? ആത്മീയനായവൻ വളരില്ല. അവൻ അവിടെ തന്നെ കിടക്കും, തറ ലെവലിൽ കിടക്കും. അങ്ങനെ കിടക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. കർത്താവ് വരുന്നത് തികഞ്ഞവരെ ചേർക്കാനാ. അപ്പം എന്തായിരിക്കും കൊറിന്തിലെ സഭയുടെ സ്ഥിതി? ഇനി അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കുക. 1 കൊറിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസത്താൽ എന്തുട്ട് വിശ്വാസത്താൽ? വിജാതീയരുടെ ഇടയിൽ പോലും ഇല്ലാത്ത തരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത തെറ്റായ ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. കൊറിന്തിലെ സഭയിലുള്ള ഒരാളെ കുറിച്ചായി പറയുന്നത്. എന്താണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിന്റെ ഭാര്യയുമായി അവിഹിതമായ വേഴ്ചയിൽ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ അമ്മ മരിച്ചുപോയി, അപ്പൊ അവൻ്റെ അപ്പനെ രണ്ടാമത് കെട്ടി. ഇപ്പൊ ഇവൻ കിടക്കുന്ന ആരുടെ കൂടെയാ? അപ്പൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ കൂടെ. ഇവൻ സഭയിലുള്ളവനാ. ഇവനും ഈ കാത്തിരിക്കുന്ന കൂട്ടത്തിലുണ്ട്. എവിടേക്ക് പോകാൻ? സ്വർഗത്തിലേക്ക് പോകാൻ. പ്രിയപ്പെട്ടവരെ, ദൈവസഭയുടെ ആ നിലവാരത്തെക്കാൾ മോശമാണ് ഇന്നത്തെ നിലവാരം. 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ദൈവസഭയുടെ നിലവാരത്തെക്കാൾ 21-ാം നൂറ്റാണ്ടിലെ സഭയുടെ നിലവാരം തന്നിതറയായിട്ടുണ്ട്. അത് കർത്താവ് പറഞ്ഞ പോലെ തന്നെയാ. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇത് നമുക്കൊന്നും കൂടെ ക്ലിയറായിട്ട് പഠിക്കാം. ഇതേ ലേഖനത്തിൻ്റെ 10-ാമത്തെ അധ്യായം എടുക്കുക. എന്നിട്ട് ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമകളായിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം അവരെ വീണ്ടെടുത്ത് കാനാനിലേക്ക് കൊണ്ടുവന്നു. പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് തൻ്റെ ക്രൂശ് മരണം വഴി നമ്മെ വീണ്ടെടുത്ത് ദൈവം സഭയിലും കൊണ്ടുവന്നു. അപ്പൊ സഭയിലായിരിക്കുന്ന നാമും മരുഭൂമിയിലായിരിക്കുന്ന ഇസ്രായേലും രണ്ട് ഉപമകൾ വഴി അല്ലെങ്കിൽ രണ്ട് സിമ്പലായി നമ്മുടെ മുമ്പാകെ പൗലോസ് അവതരിപ്പിക്കുകയാണ്. അത് വായിച്ചു. 1 കൊറിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നുവെന്നും എന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവരെല്ലാവരും കടലിലും മേഘത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എന്താണ് പൗലോസ് പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ ഒന്നുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പരത്തി പറഞ്ഞു തരാം. മിസ്രയീമിൽ അടിമകളായിരുന്ന ഇസ്രായേലിനെ ദൈവം തൻ്റെ ശക്തമായ കരത്താൽ വീണ്ടെടുത്ത് അവരെ ചെങ്കടലിലൂടെ കടത്തി മരുഭൂമിയിൽ കൊണ്ടെത്തിച്ചു. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വായിച്ചത്. അവർ മേഘത്തിലും കടലിലും സ്നാനമേറ്റ് അവരുടെ രക്ഷകനായ മോശയോട് ചേർന്നു. എന്താണ് നമ്മളുടെ അവസ്ഥ? നമ്മൾ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ ക്രിസ്തുയേശു നമ്മെ തൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ യോഗ്യതയാൽ വീണ്ടെടുത്ത് ക്രിസ്തുവിനോട് ചേരാനുള്ള സ്നാനം തന്ന് നമ്മെ സഭയിൽ കൊണ്ടിരുത്തി ക്രിസ്തുവിനോട് ചേർത്തു. അപ്പം നമ്മൾ ആരോട് ചേർന്നിരിക്കുന്നേ? ക്രിസ്തുവിനോട് ചേർന്നു. ഇനി സംശയമുള്ളവര് 1 കൊറിന്ത്യ ലേഖനം 1-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിച്ചോ. സത്യവേദ പുസ്തകത്തിൽ വായിച്ചോ. മുഴുവൻ വായിക്കണ്ട, അതിന്റെ ആരംഭം മാത്രം വായിച്ചാൽ മതി. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ഓരോരുത്തരും ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനോട് ചേരാൻ സ്നാനപ്പെട്ട് ഇപ്പോൾ ക്രിസ്തുവിൽ ഇരിക്കുന്നു. ഈ ക്രിസ്തുവിൽ ഇരിക്കുന്ന നമ്മെ കണ്ണും പിടിയും കാണിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ മാത്രം ശക്തനാണോ പിശാച്? ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിച്ചു കൊണ്ടുപോകാൻ ആർക്കും സാധിക്കില്ല എന്ന്. അത് യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലുണ്ട്. നമ്മളിതൊക്കെ ഒന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കുകയാണ്. 10:28 ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു,
അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവയെ എന്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. ഇല്ല. അവയെ എനിക്ക് നൽകിയ എന്റെ പിതാവ് എല്ലാവരെയും വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു സംശയം വേണ്ട. പക്ഷെ നാം ക്രിസ്തുവിൽ തന്നെ ഇരിക്കുക എന്ന ഉത്തരവാദിത്തം ആരുടെയാണ്? അവിടെ പ്രശ്നം. ക്രിസ്തുവിൽ ഇരിക്കുന്ന നമ്മെ പിടിച്ചു കൊണ്ടുപോകാൻ പിശാചി ശക്തനല്ല. പക്ഷെ ക്രിസ്തുവിൽ നിന്ന് ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. മനസ്സിലായോ? അപ്പൊ നാം നശിക്കുന്നതിൻ്റെ ഉത്തരവാദി ആരാ? നമ്മളാ. ഇനി പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ തനിക്ക് ക്രിസ്തുവിൽ തന്നെ ഇരിക്കാൻ വേണ്ടി താൻ എന്തൊക്കെയോ ചിലത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അത്? അതും കൂടെ ഒന്ന് മനസ്സിലാക്കാം. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വീണ്ടും പഴയ സത്യവേദോസ് തന്നെ വായിച്ചോ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റാ. നേരത്തെ നമ്മൾ കണ്ട വചനത്തിൽ കണ്ടു, നാം അവനാൽ, അതായത് പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തി മൂലം നാം ക്രിസ്തുവിൽ ഇരിക്കുന്നു. ഇപ്പൊ പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിൽ തന്നെ ഇരിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുന്നു? വായിച്ചോ. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെടണം. അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. ഇത് നിങ്ങളും ഞാനും ചെയ്തേ പറ്റൂ. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മെ ക്രിസ്തുവിൽ കൊണ്ടിരുത്തി. ഇനി ആ ക്രിസ്തുവിൽ നിന്നും മാറാതെ ക്രിസ്തുവിൽ തന്നെ ഇരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടുചേരണം. അതിനുവേണ്ടി ഞാൻ ആശാരിയെ കൊണ്ടൊരു കുരിശുണ്ടാക്കി എൻ്റെ തോളെ വെച്ച് നടക്കൊന്നും വേണ്ട. കാരണം ഞാൻ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങടെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവ് തന്നെ അതിന് ആവശ്യമായത് നമുക്ക് തന്നോളും. എങ്ങനെയാണത്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, ക്രിസ്തുവിനെ പ്രതി സഹിക്കാനുള്ള വരം. ഈ വരം എല്ലാ അണ്ടനും അടകോടനും കിട്ടുന്നതല്ല. അതിന് നാം ചിലതൊക്കെ ഉപേക്ഷിച്ചെങ്കിലേ പറ്റൂ. മനസ്സിലായോ? മറ്റ് കൃപാവരങ്ങളെ പോലെ അല്ല ഈ വരം. ഒന്നാമത്, ഒരു മനുഷ്യന് ഒരു സമർപ്പണം വേണം. എനിക്ക് ഈ ലോകത്തിൽ ദൈവത്തിൻ്റേതല്ലാത്ത ഒന്നും വേണ്ട. നമ്മളിന്ന് പാടിയ, എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പാടിയ പാട്ടിൽ ഇങ്ങനെ നമ്മൾ പാടി, എനിക്ക് ഈ ലോകത്തിൻ്റെ ഇമ്പൊന്നും വേണ്ട, എനിക്ക് എന്ത് മതി? കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ മാത്രം മതി. നമ്മളിപ്പോൾ കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ മാത്രം തേടി പോകുന്നവരാണോ, അതോ ഈ ലോകത്തിൻ്റെതായ നന്മകൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടുന്നവരാണോ? ഞാൻ വെറുതെ ചോദ്യം ചോദിച്ചു വിടുന്നുള്ളൂ, ഉത്തരമൊക്കെ നിങ്ങൾക്ക് പറയാം. മനസ്സിലായോ? ദൈവം നമ്മെ വിളിച്ചു, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് നമുക്ക് ജീവിക്കുന്നതിനാവശ്യമായ എല്ലാം തരേണ്ടത് ആരുടെ ഉത്തരവാദിത്ത?
അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെ ഞാൻ ദൈവരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവരാജ്യവും നീതിയും അന്വേഷിക്കണം. നമുക്കിപ്പോൾ ദൈവരാജ്യവും അതിൻ്റെ നീതി അന്വേഷിക്കാനാണോ തിരക്ക്? നമുക്കൊരു 10 തലമുറയ്ക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കി വെക്കുന്നതിലാണോ തിരക്ക്? നമുക്കിപ്പോൾ ഭംഗിയായിട്ട് ജീവിക്കാനുള്ള ദൈവം തന്നിട്ടുണ്ടോ? പക്ഷെ അത് പോരാ. നമുക്കത് 5-10 തലമുറയ്ക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ നിൽക്കണം. എന്നിട്ട് അവൻ ആളുകൾ പറയണം, നോക്കി എന്തും എടുക്കണവൻ. അവൻ തൻ്റെ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അവൻ നോക്കി കോടീശ്വരന്, ബുദ്ധിമാനാട്ടോ, ഭയങ്കര കഴിവാ. അങ്ങനെ നേരത്തായിരിക്കും കർത്താവ് അവനെ വിളിക്കുക. എന്നിട്ട് ആ വലിയ വിളവ് കിട്ടിയ ഒരു ധനവാനോട് കർത്താവ് ചോദിച്ച് ചോദ്യം ഓർക്കണുണ്ടോ? അനേക വർഷത്തേക്ക് വേണ്ട നീ ഒരുക്കി വെച്ചു, മടയാ, നിന്റെ ജീവൻ ഞാൻ ഇന്ന് എടുക്കുകയാണെങ്കിൽ നീ സമ്പാദിച്ചു വെച്ചതൊക്കെ ആരുടെയാവും? മനസ്സിലായോ? അതുകൊണ്ട് നാം സമ്പന്നനാകേണ്ടത് ആവശ്യമാണ്. സമ്പന്നരാകേണ്ടത് ഭൗതികമായ കാര്യങ്ങളിൽ അല്ല, ദൈവികമായ കാര്യങ്ങളിൽ നാം സമ്പന്നരാകണം. എങ്ങനെയാണ് ദൈവികമായ കാര്യങ്ങളിൽ സമ്പന്നനാകുക? വളരെ സിമ്പിളാണ്. എൻ്റെ കയ്യിലുള്ളതും എനിക്ക് മാത്രം അവകാശപ്പെട്ടതുമായ ഒരു സാധനം ഞാൻ മറ്റൊരാൾക്ക്, അതും അയോഗ്യതയുള്ള ഒരാൾക്ക് എടുത്തു കൊടുക്കണം. അപ്പം അത് എൻ്റെ സ്വത്തായിട്ട് അവിടെ ഗണിക്കപ്പെടും. ഞാൻ കൊടുത്തത് മാത്രമാണ് എൻ്റെ സ്വത്ത്. ഞാൻ കൊടുക്കാതെ എൻ്റെ കൈവശം വെച്ചിരിക്കുന്നതൊന്നും എൻ്റെ അല്ല. മനസ്സിലായോ? ഇതിനു വേണ്ടിയുള്ളൊരു പരിശ്രമം എത്ര പേര് നടത്തുന്നു നമ്മൾ കാണുന്നുണ്ട്. ഞാൻ മറ്റൊരാൾക്ക് എനിക്ക് മാത്രം അവകാശപ്പെട്ടത്, എൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഞാൻ നേടിയെടുത്തത്, അതിന് യാതൊരു അർഹതയും ഇല്ലാത്ത ഒരുവിന് കൊടുക്കുമ്പോൾ ആ കൊടുത്തത് എൻ്റെ പേരിൽ ദൈവോട് വരുവയ്ക്കും. അതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ സമ്പാദ്യം തുരുമ്പ് പിടിക്കാത്തതും കീടങ്ങൾ നശിപ്പിക്കാത്തതുമായ നിത്യതയിൽ കൂട്ടിവെക്കാൻ പറഞ്ഞത്. മനസ്സിലായോ? ഇത് ആളുകളോട് പറഞ്ഞാൽ ആളുകൾ തല്ലാൻ വരിക. കാരണം അവർ പറയുന്നത് നിത്യജീവൻ കിട്ടുന്നത് പ്രവൃത്തിയാലല്ല, നിത്യജീവൻ കിട്ടുന്നത് വിശ്വാസത്താലാണ്. ഇതിലും വലിയൊരു ബോഷത്തരം ഇനി പറയാനുണ്ടോ? റോമക്കാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. ഈ ആളുകൾ എപ്പോഴും വായ തോരാതെ പറയുന്നത്, റോമാലേഖനത്തിൽ പൗലോസ് പഠിപ്പിച്ചിരിക്കുന്നത് രക്ഷ വിശ്വാസത്താലാണ് എന്നാണ് അത്രേ. ഇതൊന്നും സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. അപ്പൊ നിത്യജീവൻ കിട്ടുന്ന ആർക്കാ? വിശ്വസിച്ചവർക്കാണോ? ആണോ? അല്ലെന്നേ. നിത്യജീവൻ കിട്ടുന്നത് വിശ്വാസത്താൽ ദൈവം നമ്മ പ്രചോദനം നൽകുന്ന സൽപ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ്. ഈ സൽപ്രവൃത്തികളാണ് ചത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പോരുക. അത് മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 14 അധ്യായം വായിച്ചോ. വെളിപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്ന് ഉണ്ടായ ഒരു സ്വരമാണ്. അപ്പം ഏതായാലും സ്വർഗവാസികൾ നോണ എന്തായാലും പറയില്ല. 14:13 അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവർത്തികൾ അവരെ അനുഗമിക്കുന്നുവെന്ന് ആത്മാവ് അരുളി ചെയ്യുന്നു. പരിശുദ്ധാത്മാവാണ് അരുളി ചെയ്യുന്നത്. എന്താണ്?
അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു. ഈ വെളിച്ചം കത്തോലിക്കർക്ക് പോലും കിട്ടിയിട്ടുണ്ട്, നമുക്കിട്ട് കിട്ടിയിട്ടില്ല. അത് വലിയ സങ്കടമല്ലേ? നമ്മളാണ് ദൈവവചനം കൂടുതൽ മനസ്സിലാക്കിയതെന്ന് നമ്മൾ അവകാശപ്പെടുന്നു. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കത്തോലിക്കൻ്റെ ശവം കൊണ്ടുപോകുമ്പോൾ അവർ പാടുന്ന പാട്ടൊന്ന് ശ്രദ്ധ വെച്ച് കേട്ടോളൂ. അതിലിങ്ങനെയാണ് പാടുക: മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മനസ്സിലായോ? നമുക്കാണെങ്കിൽ ആ വെളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് ക്രിസ്തുവിനോട് ചേരാൻ വേണ്ടി സ്നാനപ്പെട്ട് ക്രിസ്തുവിലിരിക്കുന്ന നമ്മളും ദൈവശക്തിയാൽ വീണ്ടെടുക്കപ്പെട്ട് കടലിലും മേഘത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന ജനവും തുല്യരാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചു കഴിഞ്ഞു. അത് 1 കൊറിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2-3 വാക്യങ്ങളിലാണ് നമ്മളിത് വായിച്ചത്, അല്ലേ? ഇനി അതിൻ്റെ താഴെയുള്ളൊന്ന് വായിച്ചേ. എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ശരിയല്ലേ? അവർ കഴിച്ചത് അവരെ അനുഗമിച്ച പാറയിൽ നിന്നുള്ള വെള്ളമാണ്. ആ വെള്ളം ക്രിസ്തുവാണ്. അവര് ഭക്ഷിച്ചത് സ്വർഗത്തിൽ നിന്ന് ദൈവം അവർക്ക് വർഷിച്ചു കൊടുത്ത മന്നയാണ്. നമ്മളിവിടെ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്കായി അപ്പം നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്. ചിന്തപ്പെട്ട ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ മുന്തിരിച്ചാറും കഴിക്കുന്നുണ്ട്. അപ്പം ഈ 2 സമാന്തര രേഖകൾ നമ്മൾ കൈവിട്ടു പോകരുത്. ഇനി എൻ്റെ താഴോട്ടൊന്ന് വായിച്ചേ. ആ ശില ക്രിസ്തുവാണ്, എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. ഇതാണ് കാര്യം. ഈ മേഘത്തിൽ കടലിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവം പ്രസാദിച്ചത് ലക്ഷക്കണക്കായ മനുഷ്യരുടെ ഇടയിൽ നിന്ന് വെറും 2 പേരില്ല. അവരുടെ പേര് പോലും ബൈബിളിലുണ്ട്, കാലെബും ജോഷുവയും. ബാക്കിയുള്ളത് മുഴുവൻ മരുഭൂമിയിൽ ചത്ത് കുഴിച്ചിടാൻ ആളില്ലാതെ കുറുനരികളും ആകാശത്തിലെ പറവുകളും തിന്നു തീർത്തു. നമ്മളിങ്ങനെ നശിക്കേണ്ടവരാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലത് പഠിച്ചേ പറ്റൂ. എന്താണ് അവർക്ക് സംഭവിച്ചത്? വായിച്ചോ, താഴോട്ട് വായിച്ചോ. അവരെല്ലാം മരുഭൂമിയിൽ വെച്ച് ചിതറിക്കപ്പെട്ടു. അവരെ പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്ക് ഒരു പാഠമാണ്. അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കി ഒരു പാഠം പഠിച്ചാൽ നമുക്ക് ആ നാശം ഒഴിവാക്കാം. നാം പഴയ നിയമം അനുസരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, നാം അനുസരിക്കേണ്ട പുതിയ നിയമമാണ്. പക്ഷേ പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് ബുദ്ധി പഠിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് മറക്കരുത്. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ ഓരോന്നായി നമ്മെ പഠിപ്പിക്കുകയാണ്. വായിച്ചോ. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകർ ആകരുത്. തിന്നാനും കുടിക്കാനുമായി ജനം ഇരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് അവരെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. സംഭവം വളരെ ലളിത. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. ഇവരുദ്ദേശിച്ച സമയത്തൊന്നും മോശ മടങ്ങി വന്നില്ല. മോശയ്ക്ക് മടങ്ങി വരണമെങ്കിൽ ദൈവം മോശയെ പറഞ്ഞയക്കണം. ദൈവം മോശയെ പറഞ്ഞയക്കുന്നത് മോശയുടെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയത്താണ്. അതുവരെ കാത്തിരിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അപ്പം ഇവര് മോശയുടെ സഹോദരനായ അഹ്റോനോട് പറഞ്ഞു, ഞങ്ങളെ ഇവിടം വരെ കൊണ്ടെത്തിച്ച മോശയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്,
പർവ്വതങ്ങളിൽ കയറി പോയല്ലോ, വല്ല ക്രൂരമൃഗങ്ങൾ അവനെ പിടിച്ച് തിന്നുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാനായി ഒരു ദൈവത്തെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അഹറോൻ അങ്ങേര് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ മിസ്രയീംകാരികളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച, കടം വാങ്ങിച്ച പൊന്നൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറെ കുണുക്കുകളൊക്കെ എടുത്താൽ ഞാൻ നിങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അഹറോൻ അവർക്കൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് മിസ്രയീമിൽ നിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവം. അവരതിനെടുത്തങ്ങ് തുള്ളി ആരാധിക്കാൻ തുടങ്ങി. ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം കാത്തിരിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ്. മനസ്സിലായോ? പത്രോസ് അപ്പോസ്തലൻ നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. 1 പത്രോസ് 5-ാം അധ്യായം 7-ാമത്തെ വാക്യാണെന്ന് തോന്നുന്നുണ്ട്, ഒന്ന് വായിച്ചാട്ടെ. 6 തോന്നുന്നു. 1 പത്രോസ് 5-ാം അധ്യായം 6 നോക്കിയേ. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ കാത്തിരിക്കുക. നമുക്ക് വിജയം തരാൻ തന്നെയാണ് നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്, അതിലൊരു സംശയം വേണ്ട. പക്ഷെ അത് എപ്പോൾ കിട്ടും, എപ്പോൾ നമ്മുടെ കയ്യിൽ അത് വരും, അത് തീരുമാനിക്കുന്ന നമ്മളല്ല, അത് ദൈവം തീരുമാനിക്കുന്ന. അതുകൊണ്ട് ദൈവം നമുക്കത് തരുന്നത് വരെ, ചിലപ്പോൾ ഇപ്പോഴാവും, ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ടാവും, ചിലപ്പോൾ ദൈവം നമുക്കൊരു ഉയർച്ച അനുവദിക്കുന്നത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ എന്ത് ചെയ്യണം? വെയിറ്റ്. പഴയ നിയമത്തിലും യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അപ്പോൾ തിടുക്കം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. തിടുക്കം കാണിച്ചവരൊക്കെ നഷ്ടം ഏറ്റെടുത്തതായിട്ട് ബൈബിളിലുണ്ട്. വായിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു പോകാം. അതായത് ഇസ്രായേലിന് ഒരു രാജാവിനെ കൊടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നില്ല. പക്ഷെ ജനം നിർബന്ധം പിടിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ശമൂവേലിനോട് പറഞ്ഞു, നീ അവർക്ക് ബെന്യാമിനായ ശൗലിന് അവർക്ക് രാജാവായിട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് രാജാവിനെ കൊടുത്തു. ശമൂവേൽ പ്രവാചകൻ ആദ്യം ഒറ്റയ്ക്കും പിന്നീട് ജനത്തിൻ്റെ മുമ്പാകെയും ശൗലിനെ അഭിഷേകം ചെയ്തു. എന്നിട്ട് അവനോട് ഒരു സ്ഥലത്ത് പോയി കാത്തിരിക്കാൻ പറഞ്ഞു. ഫിലിസ്തീനുമായിട്ടൊരു യുദ്ധം വരുന്നുണ്ട്, നീ അവിടെ ചെന്ന് കാത്തിരിക്കുക. 1 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ വരും, ഞാൻ വന്നിട്ട് നീ എന്തെങ്കിലും ചെയ്യാവൂ എന്ന് പറഞ്ഞു. പക്ഷേ 1 ആഴ്ച കഴിഞ്ഞിട്ടൊന്നും ശമൂവേൽ അവിടെ വന്നില്ല. അതോടുകൂടി ഈ ബെന്യാമീനായ ശൗല് സ്വയം യഹോവയ്ക്ക് യാഗം കഴിച്ചു. യാഗം കഴിക്കാൻ ദൈവമാക്കി വെച്ചിട്ടുള്ളത് ആരെയാ? ബെന്യാമീനെയാണോ? ലേവ്യരെയാ. മനസ്സിലായോ? അപ്പൊ കാത്തിരിക്കേണ്ടത് വരെ കാത്തിരിക്കാതെ തന്നിഷ്ടം ചെയ്താൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. മനസ്സിലായോ? അതുകൊണ്ട് എപ്പോഴും നാം കാത്തിരിക്കേണ്ട സമയം വരെ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുമ്പോൾ തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തും. ഈ വക കാര്യങ്ങളൊക്കെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇഷ്ടംപോലെ എഴുതി വച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? തിടുക്കം കാട്ടണ്ട. കാരണം എനിക്ക് ദൈവം തരാൻ ആഗ്രഹിച്ചത് എന്നിൽ നിന്ന് ഒരാളും തട്ടിയെടുക്കില്ല. എനിക്ക് ദൈവം തരാൻ തീരുമാനിച്ചിട്ടുള്ളൂ, ദൈവം എനിക്ക് തന്നെ തരും. ഒരു കുഴപ്പവും അതിന് വരില്ല. പക്ഷെ നമുക്ക് തിരക്കണം. മനസ്സിലായോ? നമ്മൾ തിടുക്കം കാണിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ പിന്നെയും ബൈബിളിൽ വായിക്കുന്നുണ്ട്. റബേക്കയുടെ വയറ്റിൽ 2 കുട്ടികളുണ്ടായിരുന്നു. അവൾ ദൈവത്തോട് ചോദിച്ചു,
ഇത് 2 കൂടതിൻ്റെ ഉള്ളിൽ കിടന്ന് തന്നെ ഇങ്ങനെ കടിപിടിയാണെങ്കിൽ എൻ്റെ കാര്യം എങ്ങനെയാവും? അപ്പോൾ ദൈവം റബേക്കോട് പറഞ്ഞു, നിൻ്റെ വയറ്റിലുള്ളത് 2 കുട്ടികളാണെന്ന് മാത്രമല്ല, ഇത് 2 വംശങ്ങളാണ്. ഇതൊരിക്കലും കൂടിച്ചേരുന്ന സാധനങ്ങളല്ല. എങ്കിലും ഇളയവനെ ഞാൻ സ്നേഹിക്കുന്നു, മൂത്തവനെ ഞാൻ വെറുക്കുന്നു, ദ്വേഷിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ പ്രസവിക്കുന്നതിന് മുമ്പേ റബേക്കയ്ക്ക് അറിയാം രണ്ടാമത് വരുന്ന യാക്കോബാണ് ദൈവത്താൽ അനുഗ്രഹീതൻ എന്നുള്ള വിവരം. പക്ഷേ അവന് ദൈവം ഉയർത്തുന്നതിനുള്ള സമയം കാത്തിരിക്കാൻ റബേക്ക തയ്യാറായിരുന്നില്ല. റബേക്ക എന്ത് ചെയ്തു? തൻ്റെ ഭർത്താവിനെ വഞ്ചിച്ച് മൂത്തവന് കിട്ടേണ്ട അനുഗ്രഹം ഇളയവന് കൊടുപ്പിച്ചു. മനസ്സിലായോ? അതിൻ്റെ അനന്തരഫലമായിട്ട് എന്താ സംഭവിച്ചേ? ഒരു നന്മ വന്നപ്പോൾ അത് കാണാൻ കഴിയാത്ത വിധം അവൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. മനസ്സിലായോ? നന്മ വരുമ്പോൾ കാണണമെങ്കിൽ നാം അതിനുള്ള യോഗ്യത നേടിയവരായിരിക്കണം. യിരെമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നന്മ വരുമ്പോൾ കാണാതെ പോകുന്ന, കാണാൻ പറ്റാതെ പോകുന്ന ഒരു കൂട്ടത്തെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന വാക്യം ഞാനൊന്ന് തപ്പിയെടുത്തോട്ടെ, നിങ്ങളത് പഴയ സത്യവേദപുസ്തകം ഒന്ന് വായിക്കണം. യിരെമ്യ പ്രവചനം എത്രാമത്തെ അധ്യായം നോക്കട്ടെ. യഹോവയിൽ ആശ്രയം വയ്ക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ 17 അധ്യായമാണ്. 17 അധ്യായത്തിൻ്റെ 5ഉം 6ഉം ഒന്ന് വായിച്ചാട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി അവന്റെ ജഡികമായ അവസ്ഥകളിലൊക്കെ ശക്തനാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നൊരു മനുഷ്യൻ, ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ, നന്മ വരുമ്പോൾ അത് കാണാൻ പറ്റാത്ത വിധം അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകും. ചില ആളുകളെ കുറിച്ച് ആളുകൾ ഇങ്ങനെ വിലപിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അമ്മയപ്പന്മാര് മക്കളെ വളരെ കഷ്ടപ്പെട്ട് വളർത്തി. അവർ പറയുന്ന ടേം എങ്ങനെയാണ്? വെള്ളം ഞങ്ങൾ കുടിച്ചു വറ്റിച്ചിട്ട് ഉണ്ടായിരുന്ന ചോറൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തേ. കാരണം പഴയ കാലത്തൊക്കെ ഈ വലിയ കുടുംബങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ മിച്ചം വരുന്ന കുറേ കഞ്ഞി കൊടുന്ന് കിട്ടും. ആ കഞ്ഞി കൊണ്ടുവന്നിട്ട് വേണം പിള്ളേർക്ക് കൊടുക്കാൻ. അപ്പോൾ അപ്പനും അമ്മയും കൂടെ എന്ത് ചെയ്യും? മീതെയുള്ള കഞ്ഞിവെള്ളം കുടിക്കും. എന്നിട്ട് ആ വറ്റെന്ത് ചെയ്യും? പിള്ളേർക്ക് കൊടുക്കും. പക്ഷെ അങ്ങനെ കൊടുത്ത പിള്ളേർ പിന്നീട് വളർന്ന് ഗൾഫിലൊക്കെ പോയി അവർ നിറയെ കാശൊക്കെ ആയിട്ട് മടങ്ങി വരുമ്പോഴേക്കും ഈ അപ്പനും അമ്മയും വടിയായിട്ടുണ്ടോ. അപ്പം ആളുകൾ പറയും, ഓ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ അവർ ഈ ചെക്കനെ വളർത്തി കൊണ്ടുവന്നേ. പക്ഷെ അവൻ നന്മ പ്രാപിച്ചപ്പോഴേക്കും അത് കാണാനില്ലാത്ത വിധം താന്തിയും തള്ളിയും പോയി. അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന മക്കള് പണിയെടുത്ത് കൊണ്ടുവരുന്ന കാശ് തിന്ന് തൃപ്തരായി ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ആയുസ് നമുക്ക് വേണം. ആ ആയുസ് നമുക്ക് കിട്ടണമെങ്കിൽ അത് നമുക്ക് ഡോക്ടർക്ക് തരാൻ പറ്റില്ല, വൈദ്യശാസ്ത്രത്തിന് തരാൻ പറ്റില്ല. അത് കിട്ടുന്ന എങ്ങനെയുണ്ടോ? അതിൻ്റെ അടുത്ത വാക്യം വായിച്ചാൽ കാണാതെ എവിടുന്ന കിട്ടുകയെന്ന്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഇതാണ് ഇതിന്റെ കാര്യം. ആറ്റുതീരത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിന്റെ വേര് നദിയിലാണ് കിടക്കുന്നത് എന്നത് കൊണ്ട് മഴ വരാൻ കുറച്ച് വൈകിയത് കൊണ്ടൊന്നും ആ മരത്തിന് പ്രശ്നമില്ല.
കാരണം അതിൻ്റെ ഇലകൾ എപ്പോഴും പച്ചയായിട്ടിരിക്കും. അങ്ങനെ പച്ചയായ ഒരു ദീർഘകാല ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ നാം യഹോവയിൽ ആശ്രയം വയ്ക്കണം, യഹോവയിൽ മാത്രം ശരണം വയ്ക്കണം. ആ വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സത്യദിവസം ഒന്ന് വായിപ്പിച്ചത്. മനസ്സിലായോ? അപ്പം നമ്മുടെ അനുഗ്രഹത്തിൻ്റെ മാർഗമൊക്കെ ദൈവത്തിനകത്ത് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് കാലാകാലങ്ങളിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ദൈവം ചുമതലപ്പെടുത്തിയ ആളുകളെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അനുസരിക്കില്ല എന്ന് വെച്ചപ്പോൾ എന്താ ചെയ്യുക? വല്ലതും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് വീണ്ടും 1 കൊറിന്ത്യർ 10 പോയിട്ട് സ്നാനപ്പെട്ട അല്ലെങ്കിൽ ചെങ്കടലിൽ കൂടെ കടന്ന ആ ജനം നശിച്ചു പോയതുപോലെ നമ്മൾ നശിക്കാതിരിക്കണമെങ്കിൽ നാം കാത്തിരിക്കുന്നവരായി തീരണം. തിടുക്കം കൂട്ടരുത് ആണ് 1ാമത്തെ മെസ്സേജ്. അതിൻ്റെ താഴെ വായിച്ചു. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. 23,000 പേര് നാശമടഞ്ഞത് വ്യഭിചാരം കൊണ്ടാ. അതെങ്ങനെയാണെന്നറിയാമോ? ഈ കനാൻ നാട്ടിലേക്ക് പോവുകയായിരുന്ന ഇസ്രായേൽ ജനത്തെ കണ്ടിട്ട് മോവാബിലെയും പിന്നെന്താണ്, ഷിത്തീമൊന്നല്ല, ലോത്തിന്റെ പുത്രിമാരുണ്ടാക്കിയ 2 നാശക്കൂട്ടങ്ങളുണ്ടല്ലോ. സോദോം ഗൊമോറയല്ല, മോവാബ്യരും അമ്മോന്യരും. ആ അമ്മോന്യ രാജാവും മോവാബ്യ രാജാവും കൂടെ ദൈവത്തിൻ്റെ പ്രവാചകനായ ബിലയാമിനെ കൂലിക്കെടുത്തിട്ട് ബിലയാം അവർക്കൊരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. എന്താണത്? ഈ ജനം വേറിട്ട് പാർക്കുന്നത് കൊണ്ടാണ്, വിശുദ്ധമായി ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവരെ കീഴ്പ്പെടുത്താൻ കഴിയാതിരിക്കുന്നത്. നിങ്ങൾ ഇവരോട് യുദ്ധം ചെയ്യാതെ തന്നെ ഇവരെ നിങ്ങൾ മലിനരാക്കിയാൽ ഇവരുടെ ദൈവം തന്നെ വീഴ്ചോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഷിത്തിമിൽ പാർക്കുമ്പോൾ ഇസ്രായേൽ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗത്തിൽ ഏർപ്പെട്ടു. അത് സംഖ്യാ പുസ്തകം 25-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലുണ്ട്. ഷിത്തീമിൽ പാർക്കുമ്പോൾ മോവാബ്യ സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അങ്ങനെ ദൈവം തന്നെ അവരുടെ ഇടയിലേക്ക്, അതായത് സ്വന്തം ജനമായ ഇസ്രായേലിന്റെ ഇടയിലേക്ക് ഒരു മഹാമാരി അയക്കുകയും ആ മഹാമാരിയിൽ 24,000 പേർ നശിച്ചു. പൗലോസ് അത് ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതിയപ്പോൾ കൊറിന്ത്യ ലേഖനത്തിൽ എത്ര എഴുതിയിരിക്കുന്നത്? 23,000. വാസ്തവത്തിൽ എത്ര എണ്ണമാണ് വടിയായത്? 24,000. മനസ്സിലായോ? അപ്പൊ ഈ 24,000 എങ്ങനെ പൗലോസിനത് കുറവ് വന്നത്? അതൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം. ലിപി വായിക്കുന്നതിൻ്റെ വ്യത്യാസമാണത്. വാസ്തവത്തിൽ നശിച്ചത് 24,000 23,000 അല്ല. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ? അവസാനം ദൈവത്തിൻ്റെ മനസ്സ് തണുപ്പിക്കത്തക്ക വിധം ഒരു ഇസ്രായേലിലെ യുവാവ് ഇങ്ങനെ വ്യഭിചാരം ചെയ്യുന്ന ഒരു പുരുഷനെയും അവൻ്റെ കൂടെയുള്ള മിദ്യാന്യ സ്ത്രീയെയും ഒരൊറ്റ കുത്തിന് 2 എണ്ണത്തെയും കുന്തത്തിൽ കോർത്തു. അപ്പോഴാണ് യഹോവയുടെ കോപം ശമിച്ചത്. ദൈവത്തിന് ബോധ്യമായി, എന്നെ പ്രതി ചിന്തിക്കുന്നവരും ഈ കൂട്ടത്തിൽ ഉണ്ട്. അപ്പോഴാണ് ഈ സംഹാരം നിലച്ചത്. എന്ന് വെച്ചാൽ ലൈംഗിക പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പഠിച്ചോ? കാരണം അതിനും ദൈവസഭയിൽ വഴി തുറന്നിട്ടുണ്ട്. എന്താണ് വഴി? 1 കൊറിന്ത്യർ 7-ാം അധ്യായം 2-ാമത്തെ വാക്യം. വേണമെങ്കിൽ 3-ാമത്തെ വാക്യം കൂടി ഇങ്ങോട്ട് വായിച്ചു. ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ അല്ലല്ല 2-ാമത്തെ വാക്യം അതല്ല. എന്നാൽ വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാം എന്നതുകൊണ്ട് പുരുഷന് ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ലൈംഗിക ആസക്തി താല്പര്യമുള്ളവരെന്ത് ചെയ്യണം? കല്യാണം കഴിക്കുക.
എന്നിട്ട് ഒരുത്തന് ഒരുത്തിയും ഒരുത്തിക്ക് ഒരുത്തനുമായിട്ട് സന്തോഷമായിട്ടാണ് ജീവിക്കുക. അവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം. അതുപോലെ തന്നെ ഭാര്യയും ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സംയമന കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. അപ്പൊ പിശാച് നിങ്ങളെ പ്രലോഭിപ്പിച്ച് പാപ വഴികളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാതിരിക്കണമെങ്കിൽ 1 കൊറിന്ത്യർ 7:3 വാക്യം അനുസരിക്കണം. അങ്ങനെ അനുസരിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ദൈവസഭയ്ക്ക് ദൈവം വച്ചിരിക്കുന്ന മുൻകരുതലുകൾ. 24,000 പേര് കൊല്ലപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനി അടുത്ത വാക്യം 1 കൊറിന്ത്യർ 10 അവരിൽ ചിലർ ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. എന്താണ് പരീക്ഷ? അതായത് കർത്താവ് അവർ ചോദിച്ചപ്പോഴൊക്കെ അവരാവശ്യപ്പെട്ടൊക്കെ കൊടുത്തു. മന്ന അവർക്ക് വർഷിച്ചു കൊടുത്തു. അത് തിന്നിട്ട് അവർ പറഞ്ഞു, ഇത് തേൻ ചേർത്ത് ചുട്ട ദോശ പോലെയാണ് എന്ന് പറഞ്ഞു. വളരെ മനോഹരമാണ്, കൂട്ടാൻ വേണ്ട. തേൻ ചേർത്ത് ചുട്ട ദോശ വെറുതെ അങ്ങ് തിന്നാം, കൂട്ടാൻ വേണ്ട. പിന്നെ അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞു. അവരുടെ മൂക്കി കൂടെ വരത്തക്ക വിധം കാട പക്ഷികളുടെ മാംസവും കൊടുത്തു. പക്ഷെ എല്ലാ ദിവസവും ഒരേ സാധനം തന്നെ തിന്ന് എന്തുണ്ടാവുക? ഒരു മട്ടിപ്പ് വരും, ഇല്ലേ? അങ്ങനെ മട്ടിപ്പ് വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പറയും എല്ലിൻ്റെ ഉള്ളിൽ വറ്റുകുത്തുക എന്ന് പറയും. അങ്ങനെ എല്ലിൻ്റെ ഉള്ളിൽ വറ്റുകുത്തിയപ്പോൾ അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു. ആ പിറുപിറുത്തത് കൊണ്ട് ദൈവം ആണയിട്ട് പറഞ്ഞു, എനിക്കെതിരെ പിറുപിറുത്ത 20 വയസ്സിൽ മുകളിലുള്ള ഒരുത്തനെയും ഞാൻ കാനാൻ നാട്ടിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 20 വയസ്സിൽ താഴെയുള്ള കുറെ കുട്ടികളും 20 വയസ്സിൽ കൂടെയുള്ള പിറുപിറുക്കാത്ത 2 പേരും മാത്രമേ കാനാൻ നാട്ടിൽ എത്തിയുള്ളൂ. അപ്പൊ പിറുപിറുത്തവരൊക്കെ എന്ത് ചെയ്തു? ഒക്കെ വടിയായി. അപ്പൊ ഈ പിറുപിറുപ്പ് എന്തത്ര വലിയ പ്രശ്നമുള്ള കാര്യമാണ്. പിറുപിറുപ്പ് പ്രശ്ന. ഒരിക്കൽ ഇവിടെ ജൂബി വന്നപ്പോൾ ജൂബി ഇവിടെ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതായത് ദൈവത്തിന് നാം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ആരാധന. ഈ ആരാധന എന്നതിൻ്റെ വിപരീത പദമാണ് പിറുപിറുപ്പ്. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു ദിവസം ആകെ 24 മണിക്കൂറാണ്. ഈ 23 മണിക്കൂറും 55 മിനിറ്റും അവൻ ദൈവത്തെ ആരാധിച്ചു നോക്കിയ. അപ്പൊ ഇനി ആകെ എത്ര ബാക്കിയുണ്ട്? 5 മിനിറ്റ്. ഈ 5 മിനിറ്റ് അവൻ പിറുപിറുക്കുകയും ചെയ്തു. അപ്പൊ എന്താ പ്രോബ്ലം എന്നറിയോ? ഈ 23 മണിക്കൂറും 55 മിനിറ്റും ആരാധിച്ചത് ക്യാൻസലായി പോയി. മനസ്സിലായോ? 23 മണിക്കൂറും 55 മിനിറ്റ് ആരാധിച്ചതും നഷ്ടപ്പെടുത്താൻ നമുക്ക് എന്തോരം പിറുപിറുത്താൽ മതി? വെറും 5 മിനിറ്റ് പിറുപിറുത്താൽ മതി. അതാണ് ഈ പിറുപിറുപ്പ് ദൈവത്തെയും വെറുക്കാനുള്ള കാരണം. ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് വർഷിപ്പ്. കാരണം ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവമാണ് വർഷിപ്പ്. പ്രോസ്കുനിയോ എന്ന വാക്കാണ് ഗ്രീക്കിൽ ആരാധനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോസ്കുനിയോ എന്ന് വെച്ചാൽ ആരാധന എന്നല്ല അർത്ഥം. അതിൻ്റെ ലിറ്ററൽ അർത്ഥം നായയെ പോലെ എന്നാണ്. എന്താണ് നായയെ പോലെ എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം? ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും കൂടുതൽ യജമാന സ്നേഹമുള്ള മൃഗം മനുഷ്യനല്ല, നായയാണ്. അപ്പോൾ ഒരു നായ തൻ്റെ യജമാനൻ്റെ മുമ്പിൽ ഇരുന്ന് തനിക്ക് ഇതുവരെ ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇനിയും തനിക്ക് ആവശ്യമായത് തൻ്റെ യജമാനൻ തരും എന്ന പ്രതീക്ഷയോടുകൂടെ യജമാനൻ്റെ മുഖത്തേക്ക് നോക്കിക്കിടക്കുന്ന ഒരു നായ, അതാണ് ആരാധന.
മനസ്സിലായോ? നമ്മൾ പാട്ടുപാട്, കൈയടിക്ക്, ചാടി മറി, എന്തു വേണം ചെയ്തോ. പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ഭാവം എന്തായിരിക്കണം? എൻ്റെ ദൈവം ഇന്ന് വരെയും എന്നെ പോറ്റി പുലർത്തി. ഇന്ന് വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം നാളെയും എന്നെ പോറ്റി പുലർത്താൻ മതിയായവനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് എങ്ങനെയാണ് പിറുപിറുപ്പുണ്ടാകുക? ഇപ്പൊ സുഖോട് മനസ്സിലായോ? അവർ പിറുപിറുത്തു. മുഴുവൻ കാദേശ് ബർണ മരുഭൂമിയിൽ ചത്തു വീഴുന്നത് വരെ ദൈവം ഹോറേബ് പർവ്വതത്തിന് ചുറ്റും അവരെ നടത്തി. അങ്ങനെ സകലരും ചത്തു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മതി, നിങ്ങൾ ഈ പർവ്വതത്തിൽ പാർത്തത് മതി, ഇനി നേരെ പൊയ്ക്കോന്ന് പറഞ്ഞു. ഇല്ലേ, നമ്മളൊരു പാട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവസാനമായിട്ട് ആ പാട്ട് പാടിയത് നമ്മുടെ വിനീഷായിരുന്നു, ഓർക്കുണ്ടോ? മതി ഇനി പർവ്വതവാസമേ, ഓർക്കുണ്ടോ? അത് ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നാം ഇപ്പൊ ആരെപ്പോലെയാണ്? കൊറിന്തോസിലെ സഭയിലുള്ള ആളുകൾ ട്രാൻസിറ്റ് ലൗഞ്ചിൽ ചെന്ന് വിമാനം വരാൻ കാത്തിരിക്കുന്നവർക്ക് തുല്യരാണ്. ഇനി ഈ കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് വിലയിരുത്തുക. പോകുമോ അതവിടെ കൊടുക്കുമോ? അവരോടാണ് പൗലോസ് പറഞ്ഞത്, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. എനിക്കിനി ഒരു വാക്യം കൂടെ ശുശ്രൂഷിക്കാൻ ഉണ്ട്. അത് ഇന്ന് പറ്റില്ല, 1 മണിയായി. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങ് ഞങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. പിതാവേ, അങ്ങ് ഞങ്ങളെ വിളിക്കുക മാത്രമല്ല, അങ്ങയുടെ മക്കളായി ഞങ്ങളെ തിരഞ്ഞെടുക്കുക കൂടി ചെയ്തു. ഇനി ഞങ്ങൾ നിർവഹിക്കേണ്ട ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അത് നിർവഹിച്ചിട്ടില്ലാത്തപ്പോൾ തന്നെ ഞങ്ങൾ എന്തൊക്കെയോ മഹാസംഭവങ്ങളാണെന്ന മട്ടിൽ ഞങ്ങൾ അഹങ്കരിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിൽ കാണപ്പെട്ടൊരു വിശുദ്ധ കൂട്ടത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ ഞങ്ങളോട് പറഞ്ഞു, ഈ കൂട്ടർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ് എന്ന്. കർത്താവെ, നീ ഞങ്ങൾക്ക് 2 അവസ്ഥകൾ ഓൾറെഡി തന്നു കഴിഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ വിളിക്കപ്പെട്ടവരും ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. ഇനി ഞങ്ങൾക്ക് ഒരു യോഗ്യത കൂടെ കിട്ടണം, ഞങ്ങൾ വിശ്വസ്തരായി തീരണം. അപ്പോസ്തലനായ പൗലോസ് കൊറിന്ത്യരോട് പറഞ്ഞതുപോലെ, കാര്യസ്ഥന്മാരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്ന് തന്നെ. കർത്താവെ, അതിൽ ഞങ്ങൾക്ക് ഇന്നോളം വന്നിട്ടുള്ള കുറവുകളെ ഞങ്ങൾ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നു. ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങൾ വിശ്വസ്തരാണെന്ന് അങ്ങേക്ക് തെളിയിച്ചു തരാൻ അല്പസമയം കൂടെ ഞങ്ങൾക്ക് അനുവദിച്ചു തരണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു ചട്ടം എന്നതുപോലെ ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ പറയും, കർത്താവെ വേഗം വരണമേ. കർത്താവെ, ഉടനെ എങ്ങും വരണ്ട, കുറച്ച് സമയം ഞങ്ങൾക്ക് നീട്ടിത്തരണം, ഞങ്ങളൊന്ന് ഗുണപ്പെട്ടോട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. യേശു കർത്താവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. ഗ്ലോറി ജീസസ്.